വെൽക്കം ബാക്ക് ടു Onevestor. ഒരുപക്ഷെ നിങ്ങൾക്കറിയായിരിക്കും ഇന്ത്യൻ മാർക്കറ്റ് ഇപ്പോൾ ഒരു ബെയർ ഫേസിലാണ്. അതുപോലെ ഇന്ത്യൻ എക്കോണമി ആണെങ്കിൽ ഒരു സ്ലോ ഡൗണും ഫേസ് ചെയ്യുന്നുണ്ട്. സോ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് പറഞ്ഞാൽ എന്തുകൊണ്ട് ഇങ്ങനത്തെ ബെയർ ഫേസ് എന്ന് പറയുന്നത് സ്റ്റോക്സ് പർച്ചേസ് ചെയ്യാനുള്ള ഒരു നല്ല ഓപ്പർച്യൂണിറ്റി ആണെന്നുള്ളതാണ്. അതിന് കുറച്ച് എക്സാമ്പിൾസും കേസ് സ്റ്റഡീസും ഞാൻ പറഞ്ഞുതരാം. ഞാൻ 2008 മാർക്കറ്റ് ക്രാഷ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കുറേ മാസം കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞാൻ HDFC ബാങ്കിൻ്റെ സ്റ്റോക്ക് ഞാൻ വാങ്ങിക്കുന്നത്. സോ അതിന് മുമ്പ് ഞാൻ കുറേ ജങ്ക് സ്റ്റോക്സിലും ലോ ക്വാളിറ്റി സ്റ്റോക്സിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ ബെയർ ഫേസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് 5-8 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ HDFC ബാങ്കിൻ്റെ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ അത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ എക്സിറ്റും ചെയ്തു. ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഞാനത് എക്സിറ്റും ചെയ്തു, നല്ലൊരു പ്രോഫിറ്റ് എടുത്തുകൊണ്ട്. സോ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോയ്ക്കകത്ത് തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ 2015 മാർക്കറ്റ് ക്രാഷിലായിരുന്നു ഞാൻ കൊട്ടാക് ബാങ്കിൻ്റെ ഷെയറിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ അന്ന് ഞാൻ 750 ക്വാണ്ടിറ്റി ആയിരുന്നു കൊട്ടാക് ബാങ്കിൽ വാങ്ങിക്കുന്നത് 700 റുപ്പീസിന്. സോ ഒരു 850 റുപ്പീസ് എത്തിയപ്പോഴത്തേക്ക് ഞാനത് എക്സിറ്റും ചെയ്തു. അപ്പോൾ എനിക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു 1,00,000 രൂപയുടെ പ്രോഫിറ്റും കിട്ടിയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോയ്ക്കകത്ത് തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ ആ വീഡിയോ ചെയ്ത സമയത്താണ് ഞാൻ ആ കൊട്ടാക് ബാങ്കിൻ്റെ ഷെയർ വിൽക്കുന്നതെങ്കിൽ എനിക്ക് 1,00,000 ആയിരുന്നില്ല, 4,00,000 രൂപ കിട്ടിയതെന്ന്. സോ ഇന്നാണിപ്പോൾ ഞാനത് വിൽക്കുന്നതെങ്കിൽ എനിക്ക് 4 അല്ല 5,00,000 രൂപ കിട്ടിയേനെ. അതുപോലെ മറ്റൊരു സ്റ്റോക്കാണ് ടൈറ്റനിൽ ഞാൻ എനിക്കൊന്ന് 3-4 വർഷം മുമ്പായിരുന്നു ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരുന്നത്. അതും ഒരു നെഗറ്റീവ് ന്യൂസ് ഫ്ലോ എന്തോ വന്നപ്പോഴത്തേക്ക് ടൈറ്റൻ 10-20% എന്തോ കറക്റ്റ് ചെയ്തിരുന്നു. സോ ഞാൻ അന്നേരം 180 റുപ്പീസിന് സംതിങ് ആയിരുന്നു വാങ്ങിക്കുന്നത്. 230 250 റേഞ്ചിനുള്ളിൽ തന്നെ ഞാൻ എക്സിറ്റും ചെയ്തു. ഇപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്കറിയായിരിക്കും ആ സ്റ്റോക്ക് പ്രൈസ് 1000 റുപ്പീസിന് മുകളിലായിരുന്നു ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഈ 3 എക്സാമ്പിൾസിൻ്റെ അകത്തും കോമൺ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഞാനൊരു പാനിക് ഉണ്ടായിരുന്നപ്പോഴോ അല്ലെങ്കിൽ ഒരു ബെയർ ഫേസിലോ ആണ് ഈ 3 കമ്പനീസും ഞാൻ വാങ്ങിക്കുന്നത്. അതുപോലെ ഈ 3 കമ്പനീസും ഹൈ ക്വാളിറ്റി സ്റ്റോക്സുമാണ്, അല്ലെങ്കിൽ ഹൈ ക്വാളിറ്റി കമ്പനീസുമാണ്. സോ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതുപോലൊരു ക്രാഷോ അല്ലെങ്കിൽ ഒരു ബെയർ ഫേസോ വരുമ്പോൾ മാത്രമേ ഹൈ ക്വാളിറ്റി സ്റ്റോക്സ് താഴോട്ട് പോകത്തുള്ളൂ. ഹിസ്റ്റോറിക്കൽ ഡേറ്റ ചെക്ക് ചെയ്യുമ്പോൾ കാണാൻ പറ്റും, ഒരു ക്രാഷ് വരുമ്പോഴത്തേക്ക് ആദ്യം ഫോളോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ലോ ക്വാളിറ്റി സ്റ്റോക്സ് ആയിരിക്കും. ആ ബെയർ ഫേസ് അവസാനിക്കാറാകുമ്പോൾ മാത്രമേ ഹൈ ക്വാളിറ്റി സ്റ്റോക്സ് നല്ല രീതിയിൽ കറക്റ്റ് ചെയ്തുള്ളൂ. അതാണ് ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റിയും. ഞാൻ കൊട്ടാക് ബാങ്കിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ ആദ്യം അത് അത്ര നല്ലതായിട്ട് ഫോളോ ചെയ്തില്ലായിരുന്നു. പക്ഷേ കുറേ മാസം കഴിഞ്ഞിട്ടാണ് ആ ബെയർ ഫേസ് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറേ നാൾ കഴിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ കുറേ മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് കൊട്ടാക്കൊക്കെ നല്ല രീതിയിൽ കറക്റ്റ് ചെയ്തത്. സോ ഞാൻ ആ സമയത്താണ് ഞാനത് എൻ്റർ ചെയ്തത്. അതും ഞാൻ ബുദ്ധിപരമായിട്ട് ഞാൻ എൻ്റർ ചെയ്തൊന്നുമല്ല, എനിക്ക് അന്നേരം അത് പർച്ചേസ് ചെയ്യണമെന്ന് തോന്നി, ഞാനതൊക്കെ പർച്ചേസ് ചെയ്തു. കാരണം ബാങ്കിൻ്റെ പ്രോഫിറ്റ്സ് ഗ്രോ ചെയ്യുന്നുണ്ടെന്നുള്ളത് എനിക്കറിയായിരുന്നു, ആ മാനേജ്മെൻറ്റ് നല്ലതായിരുന്നു. അങ്ങനെ എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാനത് കമ്പനി പോയി വാങ്ങിച്ചത്. സോ അതൊരു റൈറ്റ് ഡിസിഷൻ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ കമ്പനി ഇമ്മീഡിയറ്റ് ആയിട്ട് എനിക്ക് ക്വിക്ക് റിട്ടേൺ തന്നതും അത് കഴിഞ്ഞിട്ട് പിന്നെ അതൊരു മൾട്ടി ബാഗർ ആയതും. സോ വാരൻ ബഫറ്റ് പറഞ്ഞതുപോലെ തന്നെ ഒരു സ്റ്റോക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഏറ്റവും നല്ല ടൈം എന്ന് പറയുന്നത് ബെയർ ഫേസിലോ അല്ലെങ്കിൽ ഒരു കമ്പനിയെ ചുറ്റിപ്പറ്റി ഒരു നെഗറ്റീവ് ന്യൂസ് ഉള്ളപ്പോഴാണ്. പക്ഷേ ഒരു കാര്യം ഓർക്കുക, ആ ന്യൂസ് എന്ന് പറയുന്നത് കമ്പനിയുടെ ഫണ്ടമെൻ്റൽസിനെ അഫക്റ്റ് ചെയ്യുന്നതായിരിക്കരുത്, അതൊരു സോൾവബിൾ പ്രോബ്ലം ഉള്ളപ്പോഴായിരിക്കും. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് മാരുതി സുസുക്കി എന്ന് പറയുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് അവർ അനൗൺസ് ചെയ്ത് അവർ ഗുജറാത്തിൽ എന്തോ ഒരു പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണമെന്നോ അങ്ങനെ എന്തോ. സോ ആ ന്യൂസ് ഔട്ടായപ്പോൾ തന്നെ അവരുടെ സ്റ്റോക്ക് ക്രാഷ് ചെയ്തു. പക്ഷേ പിന്നെ അവർ ആ ഡിസിഷൻ എന്തോ വേണ്ടെന്ന് വെക്കുകയും ചെയ്തു, ആ സ്റ്റോക്ക് റീകവർ ചെയ്യുകയും ചെയ്തു. സോ അന്നേരം അത് റിസ്ക് എടുത്ത് പർച്ചേസ് ചെയ്തവർക്ക് അതിൻ്റെ മാക്സിമം ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട്. കാരണം അത് 2000 സംതിങ് ആയിരുന്നു തോന്നുന്നത് താഴോട്ട് പോയത്. ആ 2000 നിന്നാണ് 10,000 ആ സ്റ്റോക്ക് ഈ അടുത്ത കാലത്തായിട്ട് എത്തിയത്. ഇപ്പോൾ ഓക്കെ വീണ്ടും കറക്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ആ 2000 നിന്നാണ് 10,000 വന്നിരിക്കുന്നത്. സോ അങ്ങനെ വൺസ് ഇൻ എ ലൈഫ് ടൈം ഓപ്പർച്യൂണിറ്റി ഓരോ സ്റ്റോക്കിലും മാർക്കറ്റിലും നമുക്ക് കിട്ടും, അത് യൂട്ടിലൈസ് ചെയ്യുക. സോ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഈ മാർക്കറ്റ് ക്രാഷ് എന്ന് പറയുന്നതും ആക്ച്വലി നല്ല ഹൈ ക്വാളിറ്റി സ്റ്റോക്സ് അക്യുമുലേറ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല ടൈമാണ്. കാരണം മറ്റൊന്നുമല്ല, ഒരു ബുൾ റൺ വരുമ്പോഴത്തേക്ക് എല്ലാ സ്റ്റോക്സും മേലോട്ട് തന്നെ ആയിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഹൈ ക്വാളിറ്റി സ്റ്റോക്സ് ആരും സെല് ചെയ്തില്ല. സോ അതിനുള്ള ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്റ്റോക്ക് പ്രൈസും കയറിക്കൊണ്ടിരിക്കും. പക്ഷേ ഒരു ബെയർ ഫേസ് വരുമ്പോഴത്തേക്ക് ലോ ക്വാളിറ്റി സ്റ്റോക്സ് ആയിരിക്കും ആദ്യം ക്രാഷ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ലാസ്റ്റ് ഫേസ് ആകുമ്പോൾ മാത്രമേ ഈ ഹൈ ക്വാളിറ്റി സ്റ്റോക്സ് എല്ലാവരും വിൽക്കത്തുള്ളൂ. സോ അതുകൊണ്ട് തന്നെയാണ് ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോൾ മാത്രമേ ഈ ഹൈ ക്വാളിറ്റി സ്റ്റോക്സിൻ്റെ പ്രൈസ് നല്ല രീതിയിൽ കറക്റ്റ് ചെയ്തുള്ളൂ. ഞാൻ അങ്ങനെ തന്നെയാണ് HDFCയുടെയും കൊട്ടാക്കിൻ്റെയും ഒക്കെ ഷെയർ അക്യുമുലേറ്റ് ചെയ്തത്. ഞാൻ പർച്ചേസ് ചെയ്ത ടൈം എന്ന് പറഞ്ഞാൽ ആ ബെയർ ഫേസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കുറേ മാസം കഴിഞ്ഞിട്ടാണ്. അത് ഞാൻ എൻ്റെ പ്രീവിയസ് വീഡിയോയ്ക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊരു കോയിൻസിഡൻസ് ആയിരുന്നു. പക്ഷേ സ്റ്റിൽ ഞാൻ പർച്ചേസ് ചെയ്ത ടൈം എന്ന് പറഞ്ഞാൽ അപ്പം നല്ല ടൈമായിരുന്നു. കാരണം ക്രാഷ് ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് ഫേസ് ആയപ്പോഴത്തേക്കാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. സോ മാർക്കറ്റ് റീകവർ ചെയ്യുമ്പോഴത്തേക്ക് എല്ലാവരും പോയി ആദ്യം വാങ്ങിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഹൈ ക്വാളിറ്റി സ്റ്റോക്സ് തന്നെ ആയിരിക്കും. സോ അതാണ് ആദ്യം റീകവർ ചെയ്യുന്നത്. സോ അങ്ങനെ എനിക്ക് പെട്ടെന്ന് റിട്ടേൺ കിട്ടിയപ്പോഴാണ് ഞാൻ അന്നൊക്കെ എക്സിറ്റ് ചെയ്തത്. സോ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൻ്റെ അകത്ത് കുറച്ച് ബൈ ചെയ്യാനുള്ള സ്റ്റോക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അക്യുമുലേറ്റ് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഇതേപോലത്തെ മാർക്കറ്റ് ക്രാഷസും ബെയർ ഫേസസും ആണ്. അങ്ങനെ ഒരു വാച്ച് ലിസ്റ്റ് നിങ്ങൾക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു മ്യൂച്വൽ ഫണ്ട് SIP സ്റ്റാർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ നല്ലൊരു ലാർജ് ക്യാപ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ടൈം എന്ന് പറയുന്നതും ഇത് തന്നെയാണ്. ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഗുഡ് ബൈ അൺടിൽ നെക്സ്റ്റ് വീഡിയോ.